2026 ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ സുനീഷിനെ സംബന്ധിച്ചും വലിയ ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു സഫലമാകുന്ന നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സിനിമാക്കാരനാണ്. 3 സിനിമകൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. മോഹൻലാൽ, ഈശോ, പൊറാട്ട് നാടകം. പുതിയ സിനിമ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഈ കൊല്ലം ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഏതൊരു എഴുത്തുകാരൻ്റെയും ഒരു മോഹങ്ങളിലൊന്നായിരിക്കും. ഞാൻ പിന്നെ ആദ്യമേ തന്നെ എഴുത്തുകാരനായി വരാനല്ല ആഗ്രഹിച്ചത്, ആദ്യമേ സംവിധായകനാവാനാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 2017 ഒരു എഴുത്തുകാരനായി വന്നതാണ്. പക്ഷേ അത് നമുക്ക് നല്ല സാജിദ് യാഹിയെ പോലുള്ള, നാദിർഷയ്ക്കെ പോലുള്ളവരുടെ കൂടെ, സിദ്ദിഖ് സാറിനെ പോലുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേരൊന്നും ഇങ്ങനെ പുറത്ത് പറയാറായിട്ടില്ല. അങ്ങനെ ഒരു താരങ്ങളുള്ള സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമ എഴുത്തുകാരൻ, ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിൽ അടയാളപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അത്. സിനിമയോടുള്ള നമ്മുടെ ഒരു പാഷൻ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് അങ്ങനെ ഒരു സിനിമയായിരിക്കും അത്. അതാണ് 2026 അതൊന്നും പുറത്ത് പറയാറാവാത്തത് കൊണ്ടാണ് ഞാൻ മുഴുവൻ പറയാത്തത്. പിന്നെ വാരാടൻ കഥകൾ എൻ്റെ അവാർഡ് കിട്ടിയ പുസ്തകത്തിന്റെ 2ാം ഭാഗത്തിന്റെ എഴുത്ത് പകുതിയായി. സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അതെ, ആ പുസ്തകത്തിന്റെ 2ാം ഭാഗം അതിന്റെ ഒരു എഴുത്ത് പകുതിയായി. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പം ഞാൻ ഭയങ്കര അത്ഭുതത്തോടുകൂടി കാണുന്നത് ജവാൻ എന്ന കേരള സർക്കാരിന്റെ കുപ്പിയുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പം ഒരു ബ്രാൻഡി ഇറക്കാൻ പോകുന്നു, അതിന് പേര് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ അതിൻ്റെ ഒരു ബെവ്കോ, അതിനൊരു ഇപ്പം ഇങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര രസകരമായ കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അങ്ങനെ എൻ്റെ നാട്ടിലാണ് മാക്ഡവൽ എന്ന് പറഞ്ഞൊരു കമ്പനി ആദ്യം വരുന്നത്. അപ്പം മാക്ഡവൽ കമ്പനി 1960 സ്ഥാപിക്കപ്പെടുന്നത്. എൻ്റെ അച്ഛൻ അവിടെ ജോലി ചെയ്ത ആളാണ്. എൻ്റെ അച്ഛൻ അവിടെ നിന്ന് മരിച്ചതിന് ശേഷം എൻ്റെ അമ്മ അവിടെ ജോലി ചെയ്ത ആളാണ്. ഒരുപക്ഷെ എൻ്റെ സിരകളിലൂടെ ഓടുന്നത് അച്ഛനും അമ്മയും അവിടെ ജോലി ചെയ്തത് കിട്ടിയ ആ രക്തമാണ്. മദ്യത്തിലൂടെ ഉണ്ടായ എന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ ഈ കേരളത്തിലെ മദ്യസംസ്കാരം 1960 മുതൽ 2025 വരെയുള്ളൊരു മദ്യസംസ്കാരത്തിൻ്റെ വളർച്ച അടയാളപ്പെടുത്തുന്ന ഫാൻറ്റസിയും മിത്തുമൊക്കെ ചേരുന്നൊരു നോവൽ എഴുതി തുടങ്ങി കുറച്ചായി. എൻ്റെ പേര് കുപ്പി എന്നാണ്. നോവലിൻ്റെ പേരാണ് കുപ്പി. അത് കുറച്ചായി. അതും 2026 പ്രതീക്ഷിക്കാം. രാവിലെ 4 മണി മുതൽ എൻ്റെ ഇപ്പോഴത്തെ ജോലി 6 മണി വരെ അത് എഴുതലാണ്. അത് ഒരുപക്ഷെ ഒരു മദ്യ കമ്പനി ഒരു നാട്ടിൽ വരുന്നതും ആ നാട്ടിലെ കുറേ ആളുകൾ മദ്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതും, അവിടെ ഒരു യക്ഷിയമ്മയുണ്ട്. അത് വിറ്റൽ മല്ലയ്യയ്ക്ക് ഈ യക്ഷിയുടെ ദർശനമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഭയങ്കര അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ കാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർന്നൊരു മിത്തുമൊക്കെ ചേർന്ന ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2026 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ, 2 വാരാടൻ കഥകളുടെ 2ാം ഭാഗം, 3 ഈ കുപ്പി എന്ന നോവൽ. ഇത് 3മാണ് 2026 ദൈവം സഹായിച്ചാൽ ഞാൻ എന്നൊരു കലാകാരൻ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം.